പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാചകവാതക പ്രതിസന്ധി കേരളത്തിൽ അതിരൂക്ഷമാകുന്നു. സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. മലപ്പുറം കൊണ്ടോട്ടിയിൽ കരിഞ്ചന്തയിൽ പാചകവാതക വിൽപ്പന. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നു എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. പീക്ക് അവറിൽ പവർ കട്ട് ഒഴിവാക്കാനുള്ള നീക്കം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും സജീവമായി. മലപ്പുറം കൊണ്ടോട്ടി കോട്ടുക്കരയിലാണ് കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന. കോട്ടുക്കര SA ഓട്ടോ LPG പമ്പിലാണ് 2000 രൂപ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്ത് നൽകുന്നത്. ഇന്നലെ 1000-ലധികം ആളുകളാണ് ഇവിടെ സിലിണ്ടർ നിറച്ചത്. പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാനത്തെ പകുതിയിലേറെ ഹോട്ടലുകളും അടച്ചു. മെനു മാറ്റിയും വെട്ടിച്ചുരുക്കിയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഹോട്ടൽ ഉടമകൾ നടത്തുന്നത്. നാളത്തെയും കൂടിയുള്ള ഓർഡറിനുള്ള ഗ്യാസ് നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുസ്തകമുള്ള കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. വേറെ വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തി വിടുവാണ് ആളുകളെ. നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു ഓർഡർ എടുത്തു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എപ്പം വേണമെങ്കിലും ഈ ഒരു കുറച്ച് ഗ്യാസ് ഉണ്ട്, അത് തീർന്നാൽ അപ്പം അടയ്ക്കണം. ഇപ്പം ചായ മാത്രമേ ഉള്ളൂ, മറ്റു കടികളും പരിപാടിയൊന്നും ഉണ്ടാക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ ഭക്ഷണശാലകളും അടച്ചുപൂട്ടി തുടങ്ങി. സംസ്ഥാനത്തുടനീളം തട്ടുകടകൾ കൂട്ടത്തോടെ പൂട്ടി. ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ വന്ന് തിരിച്ചു പോവുകയാണ്, ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞിട്ട്. വിറക് കിട്ടുന്നത് പോലെ കുറച്ച് ആളുകൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല. ബദൽ മാർഗങ്ങൾ തേടുന്നവർക്ക് വിറകിന്റെ വില കുതിച്ചുയരുന്നതും പ്രതിസന്ധിയേറ്റുന്നു. നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാകുമ്പം രാവിലെ ജോലിയൊക്കെ തീർത്ത് അടുപ്പുമായിട്ട് മല്ലയുദ്ധത്തിനൊന്നും പറ്റത്തില്ല. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നതായും പീക്ക് അവറിൽ പവർ കട്ടില്ലാതിരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 600 മെഗാവാട്ട് വരെ പീക്ക് ഡിമാൻഡ് വന്നാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധിയിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.